അത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയ ആരോ ഈ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതാണ്. അപ്പോൾ അത് പിന്നെ എല്ലാവരും ഞങ്ങൾ മരിച്ചു എന്നുള്ള തരത്തിൽ പ്രചരിപ്പിച്ചു. അത് പിന്നെ അത് നിരവധിയായിട്ടുള്ള പത്രത്തിൽ ഉൾപ്പെടെ എത്ര അതെ 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 ഞാൻ രാവിലെ ബസ്സിൽ ഒരു സ്ഥലം വരെ പോയ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അതിലവർ ന്യൂസിലൊക്കെ പത്രം വായിച്ചിട്ട് പറയുന്നത് ഞാനൊക്കെ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല, അത് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിശ്വസിച്ച കാര്യങ്ങളൊക്കെ. ഈ ഫോട്ടോയിലുള്ളത് ധീരജിന്റെ രണ്ട് സഹോദരിമാരുമാണ്, പിന്നെ രണ്ട് ചേച്ചിമാരാണുള്ളത്. ഈ വീട് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടോ? ആ വീടിന്റെ ഏകദേശം മുഴുവനായി നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക്. എന്തായിരുന്നു സംഭവിച്ചെന്തായിരുന്നു? അത് നമ്മള് ദുരന്തം എങ്ങനെയാ നിങ്ങളെ കുടുംബത്തിനെ ആ വീടിനൊക്കെ അഫക്ട് ചെയ്ത് എങ്ങനെയാണ്? അത് വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം മഴ ആയതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങൾ തറവാട്ടിലേക്ക് മാറിയിരുന്നു. അപ്പം ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ കറണ്ടൊന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ രാത്രി ഒരു മണി, ടൈം കറക്റ്റ് ഓർമ്മല്ല. അപ്പോൾ നല്ല സൗണ്ട് കേട്ടായിരുന്നു, അതായത് ഇങ്ങനെ ഉരുൾ പൊട്ടി വരുന്നതിൻ്റെ ആ സൗണ്ട് നല്ലപോലെ കേട്ട് അടുത്തടുത്ത് എത്തി. അപ്പം നമ്മൾ കൈ കിട്ടിയ ആകെ ഫോണ് മാത്രമായിരുന്നു കൈ കിട്ടിയ ഫോണ് ടോർച്ച് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ചുറ്റിനും മൊത്തം ഉരുൾ പൊട്ടി വന്നായിരുന്നു. അതായത് വീടിൻ്റെ ജനൽ കൂടി നോക്കിയപ്പോൾ ഫുള്ള് കല്ലും മണ്ണും ഇങ്ങനെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വീട് പോയി, അതിനോടൊപ്പം തന്നെ ഈ ഫോട്ടോയും കൂടി പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അറിയാവുന്നവർ പോലും ഇത്തരത്തിലുള്ള അത് തെറ്റിദ്ധരിക്കപ്പെട്ടു. അതെ അതെ അത് ഞങ്ങൾ സേഫ് ആണെന്ന് അറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ പ്രചരിപ്പിച്ചപ്പോൾ ആൾക്കാർക്ക് നല്ല പാനിക്കായി പോയി. അതായത് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളെ ബന്ധപ്പെടാനും വേണ്ടി കഴിയുന്നത്. അതെ ഞങ്ങളെ ഫോണൊക്കെ കംപ്ലൈന്റ് ആയി പോയായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളെ ബന്ധപ്പെടാനും കഴിയുന്നില്ല. അപ്പോൾ ഈ ന്യൂസും കൂടി പ്രചരിപ്പിച്ചപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ മരിച്ചു എന്നുള്ള തരത്തിൽ ആയിട്ടുണ്ടായിരുന്നു. ധീരജിന്റെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ അമ്മയും സഹോദരി ഇവരൊക്കെ ഒന്നിച്ചാണോ? നിങ്ങൾ ഒന്നിച്ചായിരുന്നോ താമസിച്ചത്? അല്ല, ചേച്ചി മൂത്തേച്ചിൻ്റെ മാരേജ് കഴിഞ്ഞു. അത് കല്യാണ ഫോട്ടോ ആയിരുന്നു അത്. പിന്നെ രണ്ടാമത്തെ ചേച്ചി കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി അവിടെയാണുള്ളത്. അമ്മയും ധീരജും മാത്രമേ? അതെ അതെ ഞങ്ങൾ രണ്ടാളായിരുന്നു വീട്ടിലുണ്ടായത്. അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ധീരജ് ഒഴികെയുള്ള ബാക്കി രണ്ടുപേരും